الحمد لله رب العالمين نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ചു തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ഇഹപര ജീവിതങ്ങളിൽ നേടിയെടുക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നാഥനോട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രാർത്ഥനകൾ അല്ലാഹു അവ ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സകാത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിപ്പോൾ, പല കാരണങ്ങളാൽ. സകാത്തിനെ കുറിച്ച് എന്നല്ല, സമ്പത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക സമീപനത്തെക്കുറിച്ചും സമ്പത്തിലുള്ള അവകാശ ബാധ്യതകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ
നമ്മുടെ സാമ്പത്തികമായ ബാധ്യതകൾ നിർവഹിക്കാനും സാമ്പത്തികമായി ദീൻ നിശ്ചയിച്ചു തന്നിട്ടുള്ള ധാരാളക്കണക്കായ സൽക്കർമ്മങ്ങൾ ചെയ്ത് അവയുടെ പുണ്യം നേടാനും ഏറ്റവും പ്രധാനമായി ഉപയോഗപ്പെടുത്തുന്ന പരിശുദ്ധ റമദാനിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഈ സന്ദർഭത്തിൽ വളരെ അടിസ്ഥാനപരമായ ചില വിചാരങ്ങളും സക്കാത്ത് എന്ന ആരാധനയുടെ, സക്കാത്ത് എന്ന സാമ്പത്തിക പദ്ധതിയുടെ പ്രാധാന്യവും അതിന്റെ നിയമങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഭൂമിയിൽ കടന്നുപോയിട്ടുള്ള മുതലാളിമാരിൽ, ധനികന്മാരിൽ ഒരാളായി പരിചയപ്പെടുത്തുന്നത് ഖാറൂനിനെയാണ്. ഖാറൂൻ എന്ന സമ്പന്നന്റെ, എന്ന ധനികന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും ആ അദ്ദേഹത്തിന്റെ സാമ്പത്തിക വരുമാനങ്ങളുടെ വൈപുല്യത്തെക്കുറിച്ചും ആ വലിയ ധനാഢ്യതയിൽ അദ്ദേഹം പുലർത്തിയ മനോഭാവത്തെക്കുറിച്ചും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഉണ്ടായ ജീവിത പര്യവസാനത്തെക്കുറിച്ചുമൊക്കെ സാമാന്യം വിശദമായിട്ട് തന്നെ പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു തരുന്നത് ഖാറൂൻ മുതലാളിക്കുണ്ടായ സമ്പത്തുമായി ബന്ധപ്പെട്ട നിലപാടുകളിൽ, സമീപനങ്ങളിൽ ഒരംശം പോലും വിശ്വാസികൾക്കുണ്ടായിക്കൂടാ എന്ന സ്വഭാവത്തിലും, അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം അതിനോടുണ്ടാകുന്ന അള്ളാഹുവിന്റെ സുന്നത്തിന്റെ, അള്ളാഹുവിന്റെ ശിക്ഷയുടെ പ്രതികരണം അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആദ്യം സംഭവിക്കുന്നതാണ് എന്നതുമാണ്. നല്ല സംഘബലമുള്ള, നല്ല കായിക ശേഷിയുള്ള വലിയ ഒരു സംഘത്തിന് ചുമന്നുകൊണ്ടുപോകാൻ മാത്രം ഉള്ള അളവിൽ ഖാറൂനിന്റെ സമ്പത്തിന്റെ ഖജനാവുകളുടെ താക്കോൽ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു എന്ന സ്വഭാവത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ സമ്പത്തിന്റെ ആധിക്യത്തിൽ മതിമറന്ന് സന്തോഷിച്ച ഖാറൂനോട് തന്റെ നാട്ടിലെ ജനങ്ങൾ, നീ മതിമറന്നിങ്ങനെ അറമാദിക്കാതിരിക്കുക, സന്തോഷിക്കാതിരിക്കുക, യാഥാർത്ഥ്യബോധമുണ്ടാവുക, ദുനിയാവിൽ നിനക്ക് അനുഭവിക്കാനുള്ളത് അനുഭവിച്ചുകൊള്ളുക. അതേ സമയത്ത് അള്ളാഹു നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ ആഖിറത്താണ് നേടിയെടുക്കേണ്ടത് എന്നവർ ഓർമ്മപ്പെടുത്തിയതാണ്. പക്ഷെ അതിനോട് ധിക്കാരപരമായി ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെയും ഞാൻ എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ ജ്ഞാനം കൊണ്ട്, എന്റെ അറിവ് കൊണ്ട്, എന്റെ മികവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന ധിക്കാരം പറയുകയാണ് ചെയ്തത്. ഖാറൂന്റെ ജീവിതത്തിന്റെ ക്ലൈമാക്സ് വളരെ ദാരുണമാണ്. വളരെ ട്രാജിക്കായ ഒരു ക്ലൈമാക്സിലാണ് ഖാറൂൻ മുതലാളിയുടെ ജീവിതകഥ അവസാനിക്കുന്നത്. എല്ലാവരുടെയും കൺമുമ്പിലുള്ള സാക്ഷ്യത്തിൽ
ഒരാഘോഷ ദിവസം പോലെയുള്ള ഒരു ദിവസത്തിൽ ആർഭാടം നിറഞ്ഞ വസ്ത്രധാരണവും ആടയാഭരണങ്ങളും അണിഞ്ഞ് ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ഖാറൂൻ ജനങ്ങൾ നോക്കി നിൽക്കെ, ജനങ്ങൾ കണ്ടു നിൽക്കെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുകയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് ഇത് വിവരിക്കുന്നത്. തനിക്ക് കിട്ടിയതെല്ലാം തന്റെ സാമർഥ്യം കൊണ്ട്, അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് അനുഭവിക്കാനുള്ളതോ ഞാൻ ഇഷ്ടമുള്ളത് എനിക്കിഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കാനുള്ളതോ ആണ് എന്ന ഖാറൂന്റെ മനോഭാവത്തിനുള്ള ശിക്ഷയാണ് സ്വന്തം സമ്പത്ത് അനുഭവിക്കാൻ കഴിയാതെ ജനങ്ങൾക്ക് മുമ്പിൽ ആക്ഷേപത്തിന് അർഹനായി, ജനങ്ങൾക്ക് മുമ്പിൽ ഒരു മതിപ്പിനും യോഗ്യനാകാതെ, അർഹനാവാതെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അതേ സമയത്ത് തന്നെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളോട് വളരെ ക്രിയാത്മകമായി പ്രതികരിച്ച മഹാന്മാരുടെ അനുഭവങ്ങളും പങ്കുവച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമയെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ നാവിലൂടെ തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ, ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യം മാത്രമാണ്. ഇതെന്റെ യോഗ്യത കൊണ്ട് കിട്ടിയതല്ല. ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥനോ ഇതിന്റെ എക്കാലത്തേക്കുമുള്ള ഉടമസ്ഥനോ ഇതിന്റെ പ്രയോജനം അനുഭവിക്കുന്നവനോ ഞാനാവണമെന്നില്ല. ഇതല്ലാഹു എന്റെ ജീവിതത്തിന്റെ പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ എന്റെ മേൽ ഒരു ഫളലായി, ഒരു ഔദാര്യമായി ചൊരിഞ്ഞു തന്നതാണ്. ആ ഔദാര്യത്തെയും ആ അനുഗ്രഹത്തെയും പോലും ഞാൻ എന്റെ എന്തോ മികവ് കൊണ്ട് അല്ലാഹു എനിക്ക് തരേണ്ടി വന്നത് എന്ന മനോഭാവത്തിൽ കാണുന്നില്ല. മറിച്ച് ഇതൊരു ഔദാര്യമാണ്, ഇതൊരു അനുഗ്രഹമാണ് എന്നതോടൊപ്പം എന്റെ റബ്ബ് എനിക്കിത് സമ്മാനിച്ചിട്ടുള്ളത്, എനിക്കിത് നൽകിയിട്ടുള്ളത് ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നതാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്ന വചനങ്ങളിൽ ആരെങ്കിലും തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ സ്വന്തത്തോട് തന്നെയാണ് നന്ദി കാണിക്കുന്നത്. ആ നന്ദിയുടെ റിസൾട്ട് അവൻ തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ നന്ദികേടും സ്വന്തത്തോട് തന്നെയാണ് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. സമ്പത്തിനോടുണ്ടാകാവുന്ന രണ്ടു തരം സമീപനത്തിന്റെ, ധനികരാകുമ്പോൾ ഉണ്ടാകുന്ന രണ്ടു തരം സമീപനമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നൽകപ്പെട്ട സമ്പത്തിൽ താൻ വിശ്വസ്തനായ ഒരു കൈകാര്യകർത്താവാണ് ആകേണ്ടത്. അതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരം ആ സമ്പത്ത് വിനിയോഗിക്കുക. സ്വന്തം ആവശ്യങ്ങൾക്ക്, താൻ ചുമതലയേൽപ്പിക്കപ്പെട്ട സ്വന്തം കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക്, ചെലവുകൾക്ക്, താൻ ചുമതലയേൽപ്പിക്കപ്പെട്ട തന്റെ അയൽപ്പക്കക്കാരുടെ ആവശ്യങ്ങൾക്ക്, തനിക്ക് ചുമതലയുള്ള തന്റെ നാട്ടുകാരുടെയും നാട്ടിലുള്ള സാധുക്കളായ പ്രത്യേകിച്ചും ദരിദ്രരും അഗതികളും അനാഥരുമൊക്കെയായ ആളുകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചേൽപ്പിച്ച സമ്പത്താണ് തന്റെ കൈവശമുള്ളത് എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ അഖീദയുടെ ഭാഗമായി അനിവാര്യമായും കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു വിചാരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മാലിക ഇല്ലല്ലാഹ് എന്നതാണ്. ഉടമസ്ഥനായി അല്ലാഹുവല്ലാതെ മറ്റൊന്നുമില്ല എന്നതുകൂടി അതിന്റെ ആശയത്തിന്റെ വളരെ അടിസ്ഥാനപരമായ ഉള്ളടക്കമാണ്. ഉടമസ്ഥനായി അല്ലാഹുവില്ല, അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞാൽ സമ്പത്ത് അല്ലാഹുവിന്റേതാണ്. മനുഷ്യൻ അതിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കൈകാര്യകർത്താവ് മാത്രമാകുന്നു എന്നതാണ് ഇസ്ലാമിക സങ്കല്പം.
അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിശ്വാസം അതാണ്. ആ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്തിനുള്ള തന്റെ ബാധ്യതകൾ നിർവഹിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ബാധ്യതകൾ ഇസ്ലാം അതിന്റെ ആദ്യകാലം മുതൽ തന്നെ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയും അത് നൽകാൻ അവരെ പ്രേരിപ്പിക്കുകയും ഒടുവിൽ വളരെ നിർബന്ധമായ ബാധ്യത കണക്ക് പറഞ്ഞ് അവരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം എന്ന വിശുദ്ധ ഖുർആനിലെ പ്രയോഗം ചോദിച്ചു വരുന്നവർക്ക് ഭൗതിക വിഭവങ്ങൾ ജീവിതത്തിൽ എന്തോ കാരണങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ വിധി പ്രകാരം നിഷേധിക്കപ്പെട്ടവർക്ക്, തടയപ്പെട്ടവർക്ക് അവരുടെ സമ്പത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ചരിത്രത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തിന്റെ മക്ക കാലഘട്ടം മുതൽ അവരെ പറഞ്ഞു പഠിപ്പിച്ചു പോന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് കിട്ടിയ സമ്പത്ത് അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ വിനിയോഗിക്കാനുള്ള ബദ്ധശ്രദ്ധ വിശ്വാസികൾ പുലർത്തിയിരുന്നു. പിന്നീട് കണക്ക് പറഞ്ഞ് സമ്പത്ത്, ഓരോ സമ്പത്തും ഇത്ര അളവിലെത്തിയാൽ അതിൽ ഇത്ര അളവ് നിർബന്ധ സകാത്തായി നൽകണമെന്ന് പറയുമ്പോൾ ആ നിയമത്തെ ശിരസാവഹിക്കുവാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൊടുക്കുന്നതിന്റെ, ആ ചെലവഴിക്കുന്നതിന്റെ, ആ ബാധ്യതകൾ നിർവഹിക്കുന്നതിന്റെ യഥാർത്ഥ താല്പര്യവും യഥാർത്ഥ ലക്ഷ്യവും അതിന്റെ യഥാർത്ഥ റിസൾട്ടും എന്താണ് എന്നത് അവരുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കൊടുക്കുന്നത് കൊടുത്തു കളയലല്ല, കൊടുക്കുന്നതൊക്കെയും നേടിയെടുക്കലാണ് എന്ന രീതിയിൽ അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൊടുക്കുന്നത് കൊണ്ടുള്ള വലിയ അനുഗ്രഹങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കായത്തിലൂടെ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എന്റെ റഹ്മത്ത് എല്ലാ കാര്യങ്ങളെയും അതിജയിച്ചു നിൽക്കുന്ന, എല്ലാ കാര്യങ്ങളെയും കവച്ചു വെക്കുന്ന, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്റെ റഹ്മത്ത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നിറയാത്ത ഒരിടവുമില്ല എന്നതാണ്. അത്ര വിശാലതയുള്ള അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് തുടർന്ന് അള്ളാഹു പറയുന്നത് ഞാൻ ആ റഹ്മത്ത് വിധിക്കുക, ആ റഹ്മത്ത് ഞാൻ കൊടുക്കാൻ തീരുമാനിക്കുക ലില്ലദീന യത്തഖൂൻ, തഖ്വയുള്ളവർക്കാണ്. തഖ്വയുള്ളവർക്കാണ് അത് നൽകാൻ തീരുമാനിക്കുക. വയുതൂന സകാത്ത, സകാത്ത് നൽകുകയും ചെയ്യുന്നവർക്ക്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക്. ഈ മൂന്ന് ഗുണവിശേഷങ്ങളും ഉള്ളവർക്കാണ് ഞാൻ എന്റെ റഹ്മത്ത് എഴുതി വെക്കുക, ഞാൻ എന്റെ റഹ്മത്ത് വിധിച്ച് പതിച്ചു കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സ്വർഗപ്രവേശനത്തിനുള്ള മാർഗം എന്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ അന്വേഷിച്ചു വന്ന ധാരാളം സന്ദർഭങ്ങളിൽ അത് അല്ലാഹുവിനുള്ള ഇബാദത്താണ്, അല്ലാഹുവിനെ പങ്കു ചേർക്കാതിരിക്കലാണ്, നമസ്കാരം നിലനിർത്തലാണ്, സകാത്ത് നിർവഹിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ ധാരാളമാണ് എന്നും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിലുള്ള നിർബന്ധ സകാത്ത് തടഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അതിനുണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ വ്യക്തിപരമായ നഷ്ടവും സാമൂഹ്യമായ നഷ്ടവും സക്കാത്ത് നിഷേധിക്കുന്നത് കൊണ്ട്, സക്കാത്ത് നിഷേധിക്കുക എന്നുള്ള സക്കാത്ത് തന്നെ ഇല്ല എന്ന് നിഷേധിക്കലല്ല, മറിച്ച് സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് കൊണ്ട്, സക്കാത്ത് കൊടുക്കുന്നത് തടയുന്നത് കൊണ്ട് സാമൂഹികമായിട്ട് തന്നെ വലിയ ദുരന്തങ്ങൾക്ക് നിങ്ങൾ ഇരയാകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വ്യക്തിതലത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ സംഭവിക്കുന്ന അപകടത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു നടപടിക്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാപഞ്ചിക ഘടനയിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തടയാൻ കഴിയാത്ത ഒരു നടപടിക്രമമാണത്. അതെന്താണെന്ന് ചോദിച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി
ഇല്ലാ മലക്കാനി യൻസിലാൻ. ഈ ഭൂമിയിൽ ഓരോ പ്രഭാതവും ഉദിച്ചു പൊങ്ങുന്നില്ല രണ്ട് മലക്കുകൾ ഇറങ്ങി വരാതെ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ പുതുതായി ഉദയം ചെയ്യുന്ന ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസത്തിലെ പ്രഭാതവേളയിലും ആകാശലോകത്ത് നിന്ന് രണ്ട് മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭൂമിയോടടുത്ത ആകാശലോകത്തേക്ക് വന്നിറങ്ങി വരുന്നുണ്ട്. അവരുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പണി ഒരു പ്രാർത്ഥന മാത്രമാണ്. അതിലൊരാൾ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ എന്ന് പ്രാർത്ഥിക്കും. അയാൾ അതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവേ, നീ വിശ്വസിച്ചേൽപ്പിച്ച ധനം നീ നിർദ്ദേശിച്ച മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ അനന്തരമായി അതിന് പകരമായി ധാരാളമായി വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഒരു പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, സമ്പത്ത് അങ്ങനെ ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവൻ. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, സമ്പത്തിങ്ങനെ ഒരുമിച്ച് കൂട്ടി എണ്ണിക്കണക്കാക്കി മനോരഥി അനുഭവിക്കാനുള്ളതല്ല അല്ലാഹു വിശ്വസിച്ചോൽപ്പിച്ച സമ്പത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവൻ, സമ്പത്തിനെ അങ്ങനെ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവന് നീ തലഫ് പ്രദാനം ചെയ്യണമേ, നാശം പ്രദാനം ചെയ്യണമേ, നൽകണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വിശുദ്ധനും ഒരു സക്കാത്ത് നിഷേധിക്കും സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ അള്ളാഹു നിർദ്ദേശിച്ച മാർഗത്തിൽ സൃഷ്ടികൾക്കുള്ള അവകാശമായി ചെലവഴിക്കാത്ത ഒരാൾക്കും പ്രപഞ്ചത്തിലെ ഈ ഘടനയെ, ഈ സുന്നത്തിനെ മറികടന്നുകൊണ്ട് ജീവിതത്തെ വിജയപ്രദമാക്കാൻ കഴിയില്ല എന്നറിയേണ്ടതാണ് നമ്മൾ. ഈ പ്രാർത്ഥനയെ തടുക്കാൻ സാക്ഷാൽ അല്ലാഹുവിന്റെ പരിശുദ്ധരായ മലക്കുകൾ എല്ലാ ദിനവും പ്രഭാതത്തിൽ ഭൂമിയിലേക്ക് ആകാശലോകത്തേക്ക് ഇറങ്ങി വന്ന് അല്ലാഹുവോട് നടത്തുന്ന ആ രണ്ട് പ്രാർത്ഥനകളുടെ ഇജാബത്തിന് അതുണ്ടാക്കുന്ന അനന്തര ഫലങ്ങളെ തടയാൻ നമ്മളെ കൊണ്ടാവില്ല എന്ന യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാവുക എന്നതാണ് ഒന്നാമത്തെ വിഷയം. വ്യക്തിപരമായി നമ്മൾ നശിച്ചു പോകും, നമ്മളും നമ്മുടെ സമ്പത്തും നശിച്ചു പോകാൻ കാരണമാകും പിശുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമ്പത്തിലുള്ള ബാധ്യതകൾ നിർവഹിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സാമൂഹികമായി ആലോചിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യം, 5 കാര്യങ്ങൾ നിങ്ങളെ പിടികൂടുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞത്, അതിലൊരു കാര്യമായി പറഞ്ഞത്, അക്കാലത്തെ ജനങ്ങൾ, ഈ അപകടങ്ങൾ പിടികൂടുന്ന കാലത്തെ ജനങ്ങൾ അവരുടെ ഒരു പ്രത്യേകത, അവർ സക്കാത്ത് തടയുകയും അതുവഴി അവർക്ക് ഭൂമിയിൽ നിന്ന് മഴവർഷം തടയപ്പെടുകയും ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ ഒരു അർഹതയും യോഗ്യതയും കൊണ്ടല്ല അവർക്ക് മഴ അല്പമെങ്കിലും ലഭിക്കുമെങ്കിൽ ലഭിക്കുക, അവരുടെ കൂട്ടത്തിൽ നാൽക്കാലികൾ ഉള്ളത് കൊണ്ട് മാത്രം മഴ വർഷിക്കപ്പെടുന്ന, അവർക്കാവശ്യമായ അളവിൽ മഴ വർഷിക്കപ്പെടുന്ന, എന്നിട്ട് ആ നാൽക്കാലികളുടെ ആനുകൂല്യത്തിൽ അവർക്കായി വർഷിക്കപ്പെട്ട വെള്ളം അനുഭവിച്ച് ജീവിക്കേണ്ടുന്ന ദുരന്തം അല്ലെങ്കിൽ ദുരിത സാഹചര്യം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സക്കാത്ത് തടയുക എന്ന് പറയുന്നത് സാമൂഹികമായിട്ട് കൂടി ആഘാതമുണ്ടാക്കുന്ന, പരിക്കേൽപ്പിക്കുന്ന, വലിയ അപകടം സൃഷ്ടിക്കുന്ന കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമസ്കാരത്തിന് സമയമായി എന്നറിയുക എന്ന് പറയുന്നത് നമസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒന്നാണ്. അപ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തോട് അടുക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ജാഗ്രത പുലർത്തുമല്ലോ. സമയമായോ, വാച്ചിലേക്ക് നോക്കി, ക്ലോക്കിലേക്ക് നോക്കി, ബാങ്ക് വിളിക്കുന്നുണ്ടോ എന്ന് ചെവിയോർത്ത്, ഇല്ലെങ്കിൽ സമയം തെറ്റിയെന്നറിഞ്ഞാൽ സമയമായോ എന്ന് ഉറപ്പുവരുത്തി നമസ്കരിക്കാൻ നമ്മൾ കാണിക്കുന്ന ഒരു ജാഗ്രതയുണ്ടല്ലോ. നമസ്കാരത്തോടൊപ്പം വിശുദ്ധ ഖുർആനിൽ 28 തവണയോളം ആവർത്തിച്ച് ചേർത്ത് പറഞ്ഞിട്ടുള്ള ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ആരാധനാകർമ്മമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്തും അങ്ങനെ സമയമായോ എന്ന് നോക്കി
അത് നിർവഹിക്കാൻ കിട്ടുന്ന ആദ്യ സന്ദർഭത്തെയും പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കേണ്ടുന്ന ദീനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനവും ഒരാരാധനയുമാണ് സക്കാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമ്പത്ത് എവിടെ എത്തി, ഇന്ന് എത്ര എത്തി, നാളെ എത്ര എത്തി, അടുത്ത മാസത്തെ ശമ്പളം കിട്ടുന്നതോടുകൂടി അത് എത്രയാണ് വളർന്നത് എന്ന് ശ്രദ്ധിച്ച് കണക്ക് കൂട്ടി വെക്കണം. അങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ സമ്പത്ത്, അക്കൗണ്ടിലുള്ളത്, കൈവശമുള്ളത്, അലമാറയിൽ വെച്ചത്, കടം കൊടുത്ത് കിട്ടാനുള്ളത്, ഇങ്ങനെയുള്ള സമ്പത്തൊക്കെ, ക്യാഷൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടി ഒരു ദിവസം നമുക്ക് നിസാബ് തികയുന്ന സമ്പത്ത് നമ്മുടെ കൈവശമുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. ആ ഡേറ്റ് വളരെ കൃത്യതയിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റുകളിൽ ഒന്നാണ്. കലണ്ടറിൽ നമുക്ക് മറന്നുപോകാതിരിക്കാൻ രേഖപ്പെടുത്തി വെക്കാവുന്നിടത്തൊക്കെ ആ ഡേറ്റ് രേഖപ്പെടുത്തി വെക്കണം. ഇതെനിക്ക് സമ്പത്ത് കൊണ്ട് നിസാബ് തികഞ്ഞ സമ്പത്തിൽ ധനികത്വത്തിന്റെ നിസാബ് കണക്ക് തികഞ്ഞ ദിവസമാണ്. ആ ദിവസം അവിടെ ഓർത്തു വെക്കണം. എന്നിട്ട് ഒരു വർഷം തികയുമ്പോഴും നമ്മുടെ കൈവശം ആ തികഞ്ഞ സ്വത്തിന്റെ അത്രയോ അതിനേക്കാൾ കൂടുതലോ ഉണ്ടെങ്കിൽ വളരെ കൃത്യതയിൽ ഒരു ചില്ലിക്കാശും അങ്ങോട്ടല്ലാതെ ഇങ്ങോട്ട് വീഴുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കണക്കുകൂട്ടി 2% സക്കാത്തായിട്ട് നിർവഹിക്കേണ്ടതാണ്, കൊടുക്കേണ്ടതാണ്. ഇതാണ് ഇസ്ലാമിലെ സക്കാത്ത് എന്ന ആരാധനാകർമ്മം നിർവഹിക്കുമ്പോഴതുമായി ബന്ധപ്പെട്ട് ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടുന്ന ധാരണ. ഞാനൊരു ധനികനൊന്നുമല്ല എന്ന പൊതുധാരണയിൽ, അതുകൊണ്ട് എനിക്ക് സക്കാത്തൊന്നും ബാധകമായിട്ടുണ്ടാവുകയില്ല എന്ന ഒരു പൊതുബോധത്തിൽ അങ്ങനെ ജീവിച്ചാൽ പോരാ. നമ്മൾ ഓരോ ദിവസവും സക്കാത്ത് കൊടുക്കാനായിട്ടുണ്ടാകും അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് എന്ന പ്രതീക്ഷയോടെ കൈവശമുള്ള സമ്പത്തിന്റെ കണക്ക് നോക്കുകയും അത് കണക്ക് തികയുമ്പോൾ ആ ഡേറ്റ് ഓർത്തുവെച്ച് ആ ഡേറ്റ് അടയാളപ്പെടുത്തി കൃത്യമായി സക്കാത്ത് കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടാവുകയും ആസൂത്രണം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലേക്ക് കടന്നു പോകേണ്ടുന്ന ഒരു ആവശ്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ശാന്തപുരം മഹല്ല് എന്ന് പറയുന്നത് ദീർഘകാലമായി സംഘടിതമായി സക്കാത്ത് ശേഖരണ വിതരണത്തിൽ കേരളത്തിൽ തന്നെ മാതൃക കാണിക്കുന്ന ഒരു മഹല്ലാണ്. ഇവിടെ നമുക്ക് സംഘടിതമായി സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള ചർച്ചകൾ നടത്തുകയോ അതിന്റെ വിശദാംശങ്ങൾ പറയുകയോ ചെയ്യേണ്ടെന്ന ആവശ്യമില്ല. പ്രായോഗികമായ അനുഭവങ്ങൾ കൊണ്ട് ഈ മഹല്ലുവാസികൾ സംഘടിതമായ മഹല്ല് കേന്ദ്രീകരിച്ചുള്ള സക്കാത്ത് സംവിധാനത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നേർക്കുനേരെ അനുഭവിച്ചറിഞ്ഞവരാണ്. അത് മറ്റുള്ള മഹല്ലുകളിലേക്ക് അതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ആ മാതൃക സമർപ്പിക്കുകയും ചെയ്യാൻ ശേഷിയുള്ളവരാണ് നമ്മൾ. ഒരു കാര്യം മാത്രം അതിൽ പറയാനുള്ളത്, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വൈജ്ഞാനികമായി സംഘടിതമായി അല്ലെങ്കിൽ കമ്മിറ്റികൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ള ചർച്ചയ്ക്ക് പഴുതു തന്നെയില്ല എന്നാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഇപ്പോഴുള്ള വിവാദങ്ങൾ കേവലം സംഘടനാ പക്ഷപാതിത്വത്തിന്റെ മാത്രം മോട്ടീവിൽ, അതിന്റെ മാത്രം പ്രേരണയിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതല്ലാതെ ഇസ്ലാമിക ലോകത്ത് ജംഇയ്യാത്ത് ഖൈരിയകൾക്ക്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സക്കാത്ത് ഏജൻസികൾക്ക് സക്കാത്ത് ശേഖരണം ചെയ്ത് വിതരണം ചെയ്യാൻ ഔദ്യോഗികമായി ഗവൺമെന്റ് ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ വോളണ്ടിയർലി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ചാളുകൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുള്ള കമ്മിറ്റികൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന ചർച്ച ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇല്ലേ ഇല്ല. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് പോലും എഴുതപ്പെട്ടിട്ടുള്ള ആധുനിക ഫിഖ് ഗ്രന്ഥങ്ങളിലുള്ള ചർച്ചകൾ അങ്ങനെ സക്കാത്ത് കമ്മിറ്റികളെ സക്കാത്ത് തുക സക്കാത്ത് കൊടുക്കേണ്ടുന്ന ധനികർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ സക്കാത്ത് കമ്മിറ്റികൾ അത് വിതരണം ചെയ്യുന്നിടത്ത് എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന ചർച്ച മാത്രമേ ഉള്ളൂ. അല്ലാതെ സക്കാത്ത് കമ്മിറ്റിയിൽ സക്കാത്ത് വാങ്ങാൻ പറ്റുമോ, സക്കാത്ത് കമ്മിറ്റിക്ക് കൊടുത്താൽ വീടോ എന്നുള്ള ചർച്ച കേരളത്തിന് പുറത്തെവിടെയും ഒരു മദ്ഹബിന്റെ അടിസ്ഥാനത്തിലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇപ്പോഴുണ്ടാകുന്ന വിശ്വസനീയമായ സക്കാത്ത് ഏജൻസികളെ കുറിച്ച്, മഹല്ലുകളിൽ പോലുമുള്ള സക്കാത്ത് സംവിധാനങ്ങളെ കുറിച്ച്
സംശയം പടർത്തുന്ന വിധത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിൽ നമ്മൾ വീണുപോകേണ്ടതില്ല. അതെന്തോ ആനക്കാര്യമാണെന്ന് നമ്മൾ കരുതേണ്ടതില്ല. അത്തരം ഒരു ചർച്ചയ്ക്ക് തന്നെ വൈജ്ഞാനികമായ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ സ്കോപ്പില്ലാത്തത് കൊണ്ടാണ് ആ ചർച്ചകൾ എതിർപക്ഷത്തിലുള്ള മറുവാദങ്ങൾ കൊണ്ട് ഇവിടെ ശബ്ദമുഖരിതമാകാത്തത് എന്ന് മാത്രം മനസ്സിലാക്കുക. നമ്മുടെ സക്കാത്ത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും വിധം സമൂഹത്തിൽ അതിന്റെ ശേഖരണ വിതരണങ്ങൾ നടത്താൻ വ്യക്തികളെക്കാൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ള വ്യക്തികൾ അതിന്റെ വിതരണം നിർവഹിക്കുന്നതിനേക്കാൾ എല്ലാം കൊണ്ടും ഗുണകരമാവുക മഹല്ലുകൾ കേന്ദ്രീകരിച്ചുള്ള വളരെ ഉത്തരവാദിത്തമുള്ള കമ്മിറ്റികൾ അതിന്റെ ശേഖരണവും വിതരണവും ഏറ്റെടുക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിലുള്ള ആശങ്കകളിൽ വീണുപോകാതിരിക്കുക. ഇസ്ലാമിക സക്കാത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കുക. സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ബാധ്യതകൾ, അതിന്റെ നമ്മൾക്ക് നിർബന്ധമുള്ള നമ്മുടെ മേൽ ബാധ്യതയുള്ള സക്കാത്ത് കൊടുക്കുക എന്നതിൽ മാത്രം പരിമിതമല്ല. അതിനപ്പുറത്ത് സക്കാത്തിന്റെ ശേഖരണ വിതരണ സംവിധാനം നിലനിർത്തുക. അങ്ങനെ ഇസ്ലാമിന്റെ വളരെ ഉദാത്തമായ ഒരു സാമ്പത്തിക പദ്ധതിയെ ഈ നാട്ടിൽ അള്ളാഹു ഉദ്ദേശിച്ച ഒരു സ്വഭാവത്തിൽ ഇഖാമത്ത് ചെയ്യുക, അതിനെ സംസ്ഥാപിച്ച് നിലനിർത്ത്. ഇസ്ലാമിന്റെ ഒരു ഐസത്ത്, ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു മതിപ്പ് എല്ലാവർക്കും ഇടയിൽ വളർത്തും വിധം അത്തരം സംവിധാനങ്ങളെ കാത്തു സൂക്ഷിക്കുക. അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നതുകൂടി ദീനിയായി നമ്മുടെ ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടുള്ള, തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള ജീവിതത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട നമ്മുടെ ചുമതലകളെ, നമ്മുടെ ബാധ്യതകളെ യഥാവിധം നിർവഹിക്കാനുള്ള അറിവും ജ്ഞാനവും അതിനുള്ള കരുത്തും അതിനുള്ള സന്നദ്ധതയും ഒക്കെ പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാർഗത്തിൽ നമ്മൾ നിർവഹിക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും നമ്മുടെ എല്ലാ പദ്ധതികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മഹല്ല് നിവാസികളുടെ അറിവിലേക്ക് പറയുകയാണ്. അള്ളാഹുവിന്റെ ഭവനം, അള്ളാഹുവിന്റെ പള്ളി, അതിന്റെ ഒരു പരിപാലനം എന്ന് പറയുന്നത് വിശ്വാസികളുടെ മൊത്തം ഉത്തരവാദിത്വത്തിൽ വരുന്ന ഒരു കാര്യമാണ്. കേവലം നമസ്കാരവും ജുമുഅയും നിർവഹിക്കാനുള്ള ഒരു പള്ളി അത് നിർമ്മിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നത് മാത്രമല്ല ഒരു മഹല്ല് സംവിധാനം എന്നുള്ള നിലക്ക് ഈ പള്ളി കേന്ദ്രീകരിച്ച് ഈ മഹല്ലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമികമായ ധാരാളം സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹല്ലാണ് നമ്മുടെ. മഹല്ലിന്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് പ്രധാനമായി മഹല്ല് നിവാസികളിൽ നിന്നുള്ള വരിസംഖ്യയാണ്. ഏതാണ്ട് 10 വർഷം മുമ്പ് നിശ്ചയിച്ച നിരക്കിലുള്ള ഒരു വരിസംഖ്യയാണ് ഇതുവരെ നമ്മൾ കളക്ട് ചെയ്ത് മഹല്ലിലെ കുടുംബങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തു വരുന്നത്. സ്വാഭാവികമായും എല്ലാ മേഖലയിലും ചെലവുകൾ വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ചെലവുകൾ വർദ്ധിക്കുന്നു. അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്താൻ മഹല്ല് കമ്മിറ്റി ബാധ്യസ്ഥമാണ്. യഥാർത്ഥത്തിൽ മഹല്ലിലെ മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ആ കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മൾ തെരഞ്ഞെടുത്ത ഒരു കമ്മിറ്റി ആ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോ നിലവിലുള്ള സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മഹല്ലിലെ വരിസംഖ്യാ നിരക്ക് 20% ഉയർത്താൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കാൻ
കമ്മിറ്റി മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഓരോ മഹല്ലിലെ സ്ലാബുകൾ തിരിച്ച് ഓരോ കുടുംബത്തിലും ഉള്ള പുതിയ വരിസംഖ്യയുടെ നിരക്ക് എത്രയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വഴിയെ മഹല്ല് കമ്മിറ്റി അവർ നിർണയിക്കുന്ന മാർഗങ്ങളിലൂടെ നിങ്ങൾ അറിയിക്കും. അപ്പൊ ഇത് ഔദ്യോഗികമായിട്ട് മഹല്ല് നിവാസികളെ അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള നിലക്ക്, വളരെ അനിവാര്യമായ ഒരു കാര്യം എന്നുള്ള നിലക്ക് ആ കാര്യവുമായി സഹകരിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിയ്യത്ത് വെച്ച് അള്ളാഹുവിന്റെ ഭവനത്തിന്, അള്ളാഹുവിന്റെ ദീനിന്റെ സംവിധാനങ്ങൾക്ക് നമ്മളെ കൊണ്ടാവും വിധം നമ്മൾ കൊടുക്കുന്ന ചെറിയ ഒരു തുക, അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രതിഫലം കിട്ടേണ്ടുന്ന ഒരു ചെലവഴിക്കൽ എന്നുള്ള നിലക്ക് അതിനെ സദുദ്ദേശത്തോടുകൂടി കണ്ട് അതുമായി സഹകരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭവനത്തിന് വേണ്ടി, അവന്റെ ദീനിനു വേണ്ടി നമ്മൾ നിർവഹിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അതിമഹത്തായ പ്രതിഫലം പ്രദാനം ചെയ്ത് ഇഹത്തിൽ വലിയ അനുഗ്രഹങ്ങൾ പരലോകത്ത് സ്വർഗം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുത്ത് അവർക്കും നമുക്കും അവൻ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അൽ ജാമിയ ജീവനക്കാരനായ അബ്ദുൽ ഗഫൂർ സാഹിബിന്റെ ഭാര്യാമാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം കുടുംബവും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരടക്കം നമ്മളിൽ നിന്ന് വിയോഗപ്പെട്ടു പോയിട്ടുള്ളവർക്ക് മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതത്തിൽ അള്ളാഹു സുഖവും സന്തോഷവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അത്തരമൊരു ജീവിതാവസ്ഥയിലേക്ക് വഴിമാറ്റപ്പെടുമ്പോൾ അള്ളാഹു നമ്മോടും പ്രത്യേകമായി കരുണ ചെയ്യുമാറാകട്ടെ. അള്ളാഹു അഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത് طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين والحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.